ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചന കൂട്ടായ്മയുടെ 286 ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പുതിയ നിയമ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാകുന്നുവല്ലോ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 22 അധ്യായം 3 വാക്യം. ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനും ആകയാൽ അജ്ഞത എന്ന അന്ധകാരത്തെ നീക്കി അറിവിന്റെ വെളിച്ചം പകരുന്നവർ ഗുരുക്കന്മാരാണ്. ഓരോ വ്യക്തിയുടെയും ആദ്യകാല ഗുരുക്കന്മാർ അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അതോടൊപ്പം ആദ്യകാല വിദ്യാലയം എന്നത് സ്വന്തം കുടുംബങ്ങളുമാണ്. എന്നാൽ വിശ്വവിഖ്യാതരായ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ പ്രഥമവും ശ്രേഷ്ഠവുമായ സ്ഥാനമാണ് യേശു കർത്താവിന് ഉള്ളത്. സാധാരണക്കാരെ പഠിപ്പിക്കുന്നതിന് അസാധാരണ വൈഭവമുള്ള വ്യക്തിയായിരുന്നു യേശു കർത്താവ്. ശത്രുക്കൾ പോലും റബ്ബി അഥവാ ഗുരുശ്രേഷ്ഠൻ എന്നായിരുന്നു യേശു കർത്താവിനെ വിളിച്ചിരുന്നത്. റബ്ബി, ഉപദേഷ്ടാവ്, ശാസ്ത്രി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെട്ടിരുന്നവരായിരുന്നു വേദപുസ്തക ഗുരുക്കന്മാർ. ശിക്ഷണമായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. അതോടൊപ്പം ശാരീരികവും മാനസികവും ആത്മീയവുമായ പക്വത ആർജിക്കുന്ന ശിക്ഷണമായിരുന്നു ഗുരുക്കന്മാർ നൽകിയിരുന്നത്. ഇത്തരത്തിലെ ഒരു ഗുരുവായ ഹില്ലേലിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഗമാലിയേൽ എന്ന റബ്ബിയുടെ വല്യപ്പച്ചനായിരുന്നു ഹില്ലേൽ. അദ്ദേഹത്തിന്റെ ജനനവും പ്രവർത്തനങ്ങളും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ബാബിലോണിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഹില്ലേൽ. ഇദ്ദേഹം ബാബിലോണിലെ തന്റെ പഠനത്തിനു ശേഷം ന്യായപ്രമാണ അഭ്യസനത്തിനായി യെരുശലേമിൽ എത്തുകയുണ്ടായി. വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്നതിനാൽ അന്ന് അദ്ദേഹം ജോലി ചെയ്യുകയും അങ്ങനെ ദിവസവും ലഭിച്ച 5 പെനിയിൽ 2.5 പെനിക്ക് തന്റെ ജീവിതം നയിക്കുകയും ബാക്കി 2.5 പെനി തന്റെ വിദ്യാഭ്യാസത്തിനായി മാറ്റിവെച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ അദ്ദേഹം പരീശന്മാരുടെ 2 പ്രധാന വിദ്യാലയങ്ങളിൽ ഒന്നായ ഹില്ലേൽ സ്കൂളിന്റെ ഗുരുവായി തീർന്നു. സന്നദ്രീം സംഘത്തിന്റെ പ്രഭു എന്നും ഇദ്ദേഹത്തെ അറിയപ്പെട്ടു. വിവിധ യഹൂദ മത കക്ഷികളായ, അതായത് പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ, ഇത്തരത്തിലെ ഒരു വിഭാഗം തന്നെയായിരുന്നു ഹില്ലേലും. എന്നാൽ ഹില്ലേൽ വിദ്യാലയം പരീശന്മാരെ ന്യായപ്രമാണം പഠിപ്പിക്കുക എന്നതായിരുന്നു. ഇവർ പരീശന്മാരുടെ റബ്ബിമാർ അഥവാ ഗുരുക്കന്മാർ ആയിരുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ. ഇദ്ദേഹം സൗമ്യനും ക്ഷമ, താഴ്മ, ഭക്തി, സഹിഷ്ണുത തുടങ്ങിയ ഗുണങ്ങളുടെ ഉടമയും ആയിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളും ഇതര യഹൂദ മത കക്ഷികളെ അനുസരിച്ച് ലഘുവായതായിരുന്നു. മനുഷ്യൻ ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഹില്ലേൽ പഠിപ്പിച്ചു. ഹില്ലേൽ സ്കൂളിൽ എല്ലാവർക്കും ന്യായപ്രമാണം പഠിക്കുവാൻ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഏത് നിസ്സാര കാര്യത്തിനും തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് ഹില്ലേൽ പഠിപ്പിച്ചിരുന്നു. എന്നാൽ യേശു കർത്താവ് ഹില്ലേലിന്റെ ഈ പഠിപ്പിക്കലുകളെ വിമർശിക്കുന്നതായിട്ടും നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന പഠിപ്പിക്കലുകൾ ഇവയായിരുന്നു: നിങ്ങൾക്ക് വെറുപ്പായുള്ളത് അയൽക്കാരനോട് ചെയ്യാതിരിക്കുക. ന്യായപ്രമാണം മുഴുവൻ ഇതിൽ ഉൾക്കൊള്ളുന്നു. മറ്റെല്ലാം ഇതിന്റെ ഭാഷ്യമാണ്. ഈ വാക്കുകൾ ഹില്ലേലിന്റെ സ്വർണ്ണ നിയമം എന്ന് അറിയപ്പെടുന്നു. ഈ പഠിപ്പിക്കലുകളിലെല്ലാം ഗുണവും ദോഷവും ഉൾപ്പെട്ടിരിക്കുന്നു. ഇവയിൽ നിന്നും പ്രാധാന്യമുള്ളത് നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, തിരുവചനം വായിക്കുകയും പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. അധ്വാനിച്ച് ഉപജീവനം കഴിക്കാം. താഴ്മയും കരുണയും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തിരുവചന വായനയിലൂടെയും ധ്യാനത്തിലൂടെയും മറ്റുള്ളവർക്ക് ഞങ്ങൾ ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.